എറണാകുളം ജില്ലയിലെ തന്നെ മുൻനിര സഹകരണ ബാങ്കായ പറവൂർ സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ ഞായറാഴ്ച രാവിലെ 8 മുതൽ 4 വരെ പറവൂർ പുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. തന്നെ പ്രമുഖ ബാങ്ക് എന്നുള്ള നിലയിൽ പറവൂർ സഹകരണ ബാങ്ക് ഏവർക്കും സുപരിചിതരാണ്. ജീവിതത്തിന്റെ നാനാ തുറകളിലും പെട്ട പറവൂർക്കാരായ മനുഷ്യർക്ക് വൈവിധ്യപൂർണങ്ങളായ വായ്പകളും അതുപോലെ തന്നെ മറ്റു സേവനങ്ങളും എല്ലാം ലഭ്യമാക്കുന്ന ഒരു വളർച്ചയുടെയും പുരോഗതിയുടെയും നിരവധി നാഴികൾ പിന്നിട്ട് 1928 ആരംഭിച്ച ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും നേരവകാശികളായിട്ടുള്ള സഹകരണ സംരക്ഷണ മുന്നണിയുടെ പാനൽ 15 പേർ ചേർന്ന് വീണ്ടും മത്സരിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രഗത്ഭരായ ഒരു സഹകരണ സാമ്പത്തിക പ്രസ്ഥാനത്തിനെ വരുംകാല വെല്ലുവിളികളെ കൂടി അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ ഇതിനകത്തുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഉന്നത ഉദ്യോഗസ്ഥരായവർ, സഹകരണ ബാങ്കുകളുടെ തന്നെ ഡയറക്ടർ ബോർഡുകളിൽ തന്നെ പ്രവർത്തിച്ച് അംഗീകാരം നേടിയവർ, ബാങ്കിന്റെ തന്നെ മുൻ ഭരണസമിതികളിൽ അംഗമായിരുന്ന ആളുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും സബ്ജക്ട് എക്സ്പെർട്സുമായിട്ടുള്ള എല്ലാവരും സമ്മേളിക്കുന്ന സുതാര്യമായിട്ടുള്ള കർമ്മശേഷിയുള്ള ഒരു പാനലിനെ അഭിമാനപൂർവ്വം സഹകരണ സംരക്ഷണ മുന്നണി അവതരിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിക്കണം. കൈയടക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരമോഹികളായിട്ടുള്ള കുറച്ച് ആളുകൾ കുറച്ച് വർഷങ്ങളായി തന്നെ പറവൂർ സഹകരണ ബാങ്കിനെതിരെ ഇല്ലാ കഥകളും കല്ലുവെച്ച നുണകളും പ്രചരിപ്പിച്ച് പുറകെ നടക്കുന്നുണ്ട്. നിരന്തരമായി വ്യവഹാരം കൊടുക്കുകയും ബാങ്കിന്റെ വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിനെ, എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ സൂപ്പർ മാർക്കറ്റിനെ, ബാങ്കിന്റെ ആയുർവേദ സ്റ്റോറിനെ, ബാങ്ക് സഹകാരികൾക്ക് നൽകുന്ന സേവനങ്ങളെ എല്ലാം തടസ്സപ്പെടുത്താനും കള്ളപ്രചരണങ്ങൾ നടത്താനും ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണം ബാങ്കിന്. അവർ മത്സരിക്കുന്ന ഇവിടെ വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പാനലിലുള്ളവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. പറവൂർ നഗരസഭ തന്നെ ഭരിച്ച് മുടിച്ച് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഏറെക്കുറെ തകർത്ത് തരിപ്പണമാക്കിയ ആളുകൾ ഇപ്പോൾ ബാങ്കിനെ ഉദ്ധരിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാം സംശുദ്ധതയും അവരുടെയൊക്കെ ഇന്നലെയുള്ള പ്രവർത്തനമൊക്കെ തന്നെ നല്ലവണ്ണം അറിയാവുന്ന ആളുകളാണ് പറവൂരിലെ ജനങ്ങൾ. പറവൂർ നഗരസഭയ്ക്ക് വേണ്ടി പട്ടികജാതി വ്യവസായ പാർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയ ഭൂമിയിൽ നിന്ന് വരെ പണം തട്ടിച്ചവരാണ്. ഇപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപ. ടൗൺ ഹാളിന്റെ നവീകരണം നടത്തി സാധാരണക്കാരുടെ ഒരാളുടെയും കല്യാണം നടത്താൻ പറ്റാത്ത രീതിയിൽ ടൗൺ ഹാൾ തകർത്ത് കോടികളുടെ തിരിമറി നടത്തിയ ആളുകളാണ്. അവര് ഒരു സാമ്പത്തിക സ്ഥാപനത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് മാത്രമല്ല അതിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നത് ആർക്കു വേണ്ടി ആയിരിക്കും? പറവൂർ സഹകരണ ബാങ്ക് ക്ഷീണിച്ചാൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് പറവൂരിൽ? അതൊക്കെ ചിന്തിക്കാനുള്ള വിവേകം ഇവിടെ സാധാരണക്കാരായ ബാങ്കിന്റെ അംഗങ്ങളായ സഹകാരികൾക്കുണ്ട്. ലക്ഷോപലക്ഷം മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിന്റെ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് പടുത്തുയർത്തിയ ഒരു ബാങ്കാണ് പറവൂർ സഹകരണ ബാങ്ക്. ആ ബാങ്കിനെ ഭാവിയിലേക്ക്, വരുംകാല വെല്ലുവിളികളിലേക്ക്, പുതിയ തലമുറയ്ക്ക് ലഭിക്കേണ്ട നാനാതരം വൈവിധ്യമാർന്ന സഹായങ്ങളും പദ്ധതികളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പറവൂർ സഹകരണ ബാങ്കില് സഹകരണ സംരക്ഷണ മുന്നണി നയിക്കുന്ന പാനലിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.